നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ സ്വാമി എന്തൊക്കെയോ ഓതി കൊടുക്കുന്നുണ്ട്. ഏട്ടൻ ചിലപ്പോ അതില് വീഴും. ഏയ്, ഡാഡി അങ്ങനെ ചെയ്യൂ? ഈ വീട് ഡാഡിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതല്ലേ. അത്ര പെട്ടെന്നൊന്നും ഡാഡി ഈ വീട് വിട്ടുകൊടുക്കില്ല. എന്നിട്ടാണോ ആ തങ്കച്ചി ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ മിണ്ടാതെ ഇവിടെ ഇറങ്ങിക്കൊടുത്തത്? കോടതി കേസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ആദ്യം നിന്റെ ഡാഡി സമ്മതിച്ചില്ലെന്ന് ഓർക്കണം. ആ സാഹചര്യമൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഇപ്പൊ നമ്മുടെ കൈവശല്ലേ ഈ വീട്. എനിക്ക് ആ സ്വാമിയെ പേടി. അയാൾ എന്ത് പറഞ്ഞാലും ഏട്ടനനുസരിക്കും. ഒത്തുതീർപ്പെന്നും പറഞ്ഞ് തങ്കച്ചി ഇവിടെ വരാനുണ്ടായ കാരണം എന്താണെന്നറിയാലോ? കേസ് തോൽക്കുമെന്നൊരു പേടി അവർക്കുണ്ടായിട്ടുണ്ട്. ഇതാവുമ്പോ കിട്ടേണ്ടതൊക്കെ അവർക്ക് കിട്ടുമല്ലോ. വീടും ആശുപത്രിയും കയ്യിൽ നിന്ന് പോയാ മറ്റുള്ളവരുടെ മുന്നില് നമുക്കിനി തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഡാഡിയുടെ പേരിലാ എല്ലാം ഇരിക്കുന്നത്. ഡാഡി ഒരു തീരുമാനം എടുത്താ നമ്മൾ അറിയ പോലുമില്ല. നിന്റെ ഡാഡി എന്ത് വേണമെങ്കിലും തീരുമാനിക്കട്ടെ. നീയും നിരഞ്ജനും ഒന്നിനും സമ്മതിക്കരുത്. നിങ്ങൾ സമ്മതിക്കാതിരുന്ന ഏട്ടൻ പിന്മാറിക്കോളും. ഞങ്ങൾ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. തങ്കച്ചിയുടെ മുമ്പില് അങ്ങനെയൊന്നും തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഈ വാശി അവസാനം വരെ ഉണ്ടാവണം. എങ്കിൽ രക്ഷപ്പെട്ടു. അവർക്ക് നമ്മൾ കാശ് കൊടുക്കാനുണ്ടെന്നുള്ളതൊക്കെ നേരെ. അതിന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? വീടും ആശുപത്രിയും നമുക്ക് തരാം, സ്ഥലം ഞാൻ എടുത്തോളാം എന്നവര് പറഞ്ഞില്ലല്ലോ. അപ്പോ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനെ നിന്നു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം അപ്പച്ചി. ശ്രദ്ധിക്കണം. നീ വിചാരിച്ചാലേ ഒത്തുതീർപ്പ് തടയാൻ പറ്റൂ. ഈ വീടും ആശുപത്രിയും ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് മോളെ. പുതിയ തരുണം ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടറിയാലോ. അതുകൊണ്ട് വിട്ടുതരില്ല എന്ന് തീർത്തങ്ങ് പറഞ്ഞേക്കണം. അത് നിന്റെ ഡാഡിയോടായാലും ശരി, തങ്കച്ചിയോടായാലും ശരി. പ്രേമയല്ലേ? അതെ സാർ. നിങ്ങൾ കുറച്ചു നാൾ മുമ്പ് ജയിലിൽ കിടന്നിട്ടുണ്ടല്ലേ? കിടത്തിയതാ, കള്ളക്കേസിൽ പെടുത്തി. ആരായിരുന്നു അത് ചെയ്തേ? ഈ നിൽക്കുന്ന ഇവളും റൂബിയും കൂടെ ചേർന്ന്. അപ്പോൾ റൂബിയോട് നിങ്ങൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരിക്കും അല്ലേ? പിന്നെ കാണാതിരിക്കുവോ? കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് ചേച്ചി നല്ല സാർ ഇത് ചെയ്തത്. അവര് പറയട്ടെ, ഞാൻ അവരോടല്ലേ ചോദിക്കുന്നേ. എന്റെ പൊന്ന് സാറേ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ തല്ലാനും കൊല്ലാനും ഒക്കെ ഏതൊരു മനുഷ്യനും തോന്നത്തില്ലേ? അതുപോലൊരു തോന്നലേ എന്റെ ഉള്ളിലും ഉണ്ടായിട്ടുള്ളൂ. എന്ന് വെച്ച് ഞാൻ റൂബിയെ തൊട്ടിട്ട് പോലുമില്ല. അയ്യോ, അതിനുള്ള കഴിവൊന്നും എനിക്കില്ലേ. പിന്നെ ആരാ അത് ചെയ്തേ? എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ഞാനല്ല. നിങ്ങളുടെ ഒരു മാല കാണാതെ പോയിട്ടില്ല? പോയിരുന്നു. അത് കിട്ടുകയും ചെയ്തല്ലോ. അത് മോഷ്ടിച്ചതാരാണ് നിങ്ങൾക്കറിയോ? ഇല്ല സർ, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. അതെന്താ പറയാതിരുന്നേ? അത് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ. എനിക്കറിയണം സാറേ, എന്റെ മാല ആരാ കട്ടേന്ന്. ഈ നിൽക്കുന്ന ചന്ദ്രലേഖ.